അരുൺകുമാർ, ശരി, ഒരു പുതിയ മുമ്പ് നവലിബറൽ എന്ന് വിശേഷിപ്പിച്ച ചില നയസമീപനങ്ങളിലേക്ക് പോകേണ്ടി വരുമ്പോൾ മുമ്പ് ചെയ്തിരുന്ന പല കാര്യങ്ങളിലും ഇപ്പോഴത്തെ നിലപാട് എന്താണ് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ കഴിഞ്ഞ 2021 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയുടെ 45ാമത്തെ ഖണ്ഡിക ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ വൈറലാണ്. അന്ന് 2021 ജനങ്ങളോട് പറഞ്ഞിരുന്ന വാഗ്ദാനങ്ങൾ: ഒന്ന്, ക്ഷേമ പെൻഷനുകൾ 2500 രൂപയാക്കി വർദ്ധിപ്പിക്കും; അങ്കണവാടി, ആശ തുടങ്ങിയ എല്ലാ സ്കീം വർക്കർമാരുടെയും വേതനം കാലോചിതമായി പരിഷ്കരിക്കും; മറ്റ് ക്ഷേമനിധി പെൻഷനുകൾ സമയബന്ധിതമായി കൊടുക്കും, വർദ്ധിപ്പിക്കും; മിനിമം കൂലി 700 രൂപയാക്കും തുടങ്ങി ഏറ്റവും അടിസ്ഥാന ജനവിഭാഗത്തിന് വേണ്ട ക്ഷേമത്തെ ഞങ്ങൾ ഏറ്റവും പ്രധാന സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞ ആ വാക്ക് പാലിക്കാൻ കഴിഞ്ഞ 4 വർഷമായിട്ടും കഴിഞ്ഞിട്ടില്ല. 1 രൂപ 2021 അപേക്ഷിച്ച് 1 രൂപ കൂട്ടിക്കൊടുക്കാൻ കഴിയുന്നില്ല. സാധാരണ മനുഷ്യർക്ക് തെരുവിലിറങ്ങേണ്ടി വരുന്നു, സമരം ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ അടിസ്ഥാന ജനവിഭാഗങ്ങൾ എന്താണ് എന്ന് ഈ സർക്കാരിനെ നോക്കി ചോദിക്കുന്ന സമയത്താണ് ഞങ്ങൾ ചില കാര്യങ്ങൾക്ക് ചുവപ്പ് പരവതാനി വിരിക്കുകയാണെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ബാലൻസ് സാധ്യമാവാത്തത്? പ്രകടന പത്രികയിലെ 45ാം പേജൊക്കെ താങ്കൾ ഉദ്ധരിക്കുകയാണ്. ആ പ്രകടന പത്രികയിൽ ആകെ 900 കാര്യങ്ങളുണ്ട്. രണ്ടാം പിണറായി സർക്കാരിന്റെ 3ാം വർഷം, അതായത് 2024 ജൂലൈ മാസം 2-ാം തീയതി ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കി. അതായത് തുടർച്ചയായിട്ടുള്ള 8ാമത്തെ പ്രോഗ്രസ് റിപ്പോർട്ടാണ്. ആ പ്രോഗ്രസ് റിപ്പോർട്ടിൽ 900 കാര്യങ്ങൾ പ്രകടന പത്രികയിൽ ഉൾപ്പെട്ടതിൽ 721 കാര്യങ്ങൾ നടത്തി മുന്നേറിക്കൊണ്ടിരിക്കുന്നു, അണ്ടർ പ്രോസസ്സിംഗിലാണ് എന്ന് ജനങ്ങളെ ബോധിപ്പിച്ച ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. ഈ കഴിഞ്ഞ പാർട്ടി സമ്മേളനം നടക്കുമ്പോൾ ഏറ്റവും ഗൗരവമായി ചർച്ച ചെയ്ത ഒരു വിഷയം അതിദാരിദ്ര്യ സർവേയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഈ കേരളത്തിൽ എത്ര പേർ അതിദരിദ്രരായിട്ടുണ്ട് ആ സർവേ നടത്തി അത് 61,000 കണ്ടെത്തി. അതിൽ 15,000 പേര് ഒഴികെയുള്ളവരെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ച് ഇപ്പോൾ ദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളത്തെ ഡിക്ലെയർ ചെയ്യാൻ പോകുന്നു അടുത്തയാഴ്ച. അതേപോലെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബ്രഹ്മപുരം കത്തിയതും ഉറവിടങ്ങളിൽ തന്നെ മാലിന്യം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വലിയ ചർച്ച 3 വർഷമായിട്ട് ഈ കേരളത്തിലുണ്ട്. ഇപ്പൊ നമുക്കറിയാം, മാലിന്യ സംസ്കരണത്തിൽ കേരളം വലിയ മോഡലായി, മാതൃകയായി മുന്നേറുന്നു. അതോടൊപ്പം തന്നെ കൃഷി വ്യാപിപ്പിക്കുന്ന കാര്യത്തിലും പ്രകടന പത്രികയിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും നടത്തി മുന്നേറുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ പറയാം, അങ്ങ് ചോദിച്ചു ആശാ വർക്കേഴ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. അത് കേന്ദ്ര സ്കീമാണ്. തൊഴിലാളി എന്ന പരിഗണന ഈ ആശാ വർക്കേഴ്സിന്റെ ഭാഗമായി ജോലി ചെയ്യുന്ന 10 ലക്ഷം പേർക്കും ഈ രാജ്യത്തില്ല. 26,125 പേരാണ് ഈ കേരളത്തിൽ ആശാ വർക്കേഴ്സ് ആയിട്ടുള്ളത്. അവരെല്ലാം വോളണ്ടിയർ എന്ന രൂപത്തിലാണ് അറിയപ്പെടുന്നത്. സംസ്ഥാനം കൊടുക്കുന്ന, സംസ്ഥാനം ഉയർത്തുമെന്ന് പറഞ്ഞ ഓണറേറിയം ഉയർത്താത്തതിനെ കുറിച്ച് മാത്രമാണ് ഈ സംസ്ഥാന സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 1000 രൂപയായിരുന്നു അവർക്ക് കിട്ടിയ ഓണറേറിയം. ആ 1000 രൂപ കിട്ടിയില്ല. 1000 രൂപയായി വർദ്ധിപ്പിച്ചിരുന്നു. 1000 രൂപയായി കൊടുത്തത് 1ാം പിണറായി സർക്കാരാണ്. അതിനുശേഷം കൃത്യമായി 5 കൊല്ലം കൊണ്ട് അത് 5000 രൂപ 6000 രൂപയായി വർദ്ധിപ്പിച്ചു. അതായത് 5000 രൂപയുടെ വർധനവ് വരുത്തി. 2ാം പിണറായി സർക്കാർ 1000 രൂപയുടെ വർധനവ് വരുത്തി. ഇപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓണറേറിയമുള്ള ഒരു സംസ്ഥാനമായി കേരളം. പക്ഷെ ഇതുകൊണ്ട് അവരുടെ ജീവിത ചെലവ് വഹിക്കാൻ കഴിയും എന്ന് പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. വർദ്ധിപ്പിക്കേണ്ടി വരും. പക്ഷെ വർദ്ധിപ്പിക്കണമെങ്കിൽ സ്കീമിൽ നിന്ന് അവരെ മാറ്റി, അവരെ വോളണ്ടിയർ എന്നതിൽ നിന്ന് മാറ്റി തൊഴിലാളിയാക്കി മാറ്റണം. അവരെ ശമ്പളം നൽകുന്നവരാക്കി മാറ്റണം. അതിനുവേണ്ടി ഡൽഹി കേന്ദ്രീകരിച്ച് നവംബർ മാസത്തിൽ ഉജ്ജ്വലമായിട്ടുള്ള പ്രക്ഷോഭം CITUവിന്റെ നേതൃത്വത്തിൽ നടന്നു. ഞങ്ങൾ വാക്കുപാലിക്കും. അവരെ തൊഴിലാളി എന്ന കാറ്റഗറിയിലേക്ക് മാറ്റും. അവർക്ക് ശമ്പളം കിട്ടുന്ന തരത്തിൽ വരും. മിനിമം വേജസ് ആക്ടിന്റെ പരിധിയിലേക്ക് അവരെ കൊണ്ടുവരും. അവർക്കെല്ലാം ഉന്നത ജീവിത സൗകര്യം ഒരുക്കണം എന്ന് തന്നെയാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. അത് പടിപടിയായി ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും.